നമ്മുടെ MES അധ്യക്ഷൻ ഡോക്ടർ ഫസൽ ഗഫൂർ അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് ഇപ്പോൾ വളരെ വിവാദമായിട്ടൊക്കെ വരുന്നുണ്ട്. അത് അല്ലെങ്കിലും വിവാദം ഉണ്ടാക്കാൻ പറ്റിയൊരു ആളാണ് അദ്ദേഹം. അദ്ദേഹത്തിനോടൊപ്പം ചാനൽ ചർച്ചയിൽ ഇരിക്കുക എന്ന് പറയുകയാണെങ്കിൽ അങ്ങേര് എന്തൊക്കെയാ പറയുന്നത് അദ്ദേഹത്തിന് തന്നെ അറിയില്ല. നമ്മളെ എങ്ങനെയൊക്കെ കൊച്ചാക്കാൻ, നമ്മളെയൊക്കെ എങ്ങനെ വ്യക്തി അധിക്ഷേപം അല്ലെങ്കിൽ നമ്മൾ പ്രതിനിധീകരിക്കുന്ന സംഘടനകളെ എങ്ങനെ ചെറുതാക്കി കാണിക്കാമെന്ന് അദ്ദേഹം ഒരു ഡോക്ടറേറ്റ് തന്നെ എടുത്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ചിലർക്ക് അതിലൊരു വളരെ കഴിവുണ്ട്. ഇപ്പൊ മോള് പറഞ്ഞു വരുന്ന കാര്യം ഇപ്പൊ TV-യിൽ വളരെ കാര്യമായിട്ട് കണ്ട കാര്യമാണ്. അത് തന്നെയായിരിക്കും ഞാൻ വിചാരിക്കുന്നു. മാറുമറക്കൽ നടത്തിയതിൽ നിന്ന് ഇപ്പൊ മാറ് തുറന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള സമരം. കുറച്ചു പേർ തല മറയ്ക്കാൻ നോക്കുമ്പോൾ കുറച്ചു പേർ മാറ് കാണിക്കുന്നു എന്നൊക്കെയാണ് TV-യിൽ പറഞ്ഞത് കേട്ടോ. അദ്ദേഹത്തിന്റെ വാക്കുകളാണോ നല്ല, ഐ ഡിഡ്ന്റ് ഹിയർ ഹിസ് സ്പീച്ച്. പക്ഷെ TV അവതാരകർ അദ്ദേഹത്തിന്റെ തന്നെ വാക്കുകളായിരിക്കും. കാരണം അല്ലാതെ പത്രമാധ്യമങ്ങളിലൊന്നും അങ്ങനെ വാർത്ത വരാൻ സാധ്യതയില്ല. പക്ഷെ നമ്മൾ ഈ മാറുമറക്കൽ സമരവുമായിട്ട് മാറ് തുറന്നു കാണിക്കുന്ന സമരം എന്നൊക്കെ പറയുമ്പോൾ അദ്ദേഹം പറഞ്ഞ വേറൊരു കാര്യം കൂടി ഞാൻ വായിക്കാം. എനിക്ക് ശരിക്കും അതിന്റെ അർത്ഥം മനസ്സിലായില്ല. എന്തായാലും പ്രേക്ഷകർ ഒന്ന് കേൾക്കട്ടെ. എനിക്ക് മനസ്സിലായാലും ഒന്ന് വായിച്ചോളൂ. ആർക്കെങ്കിലും പ്രേക്ഷകർക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അവര് നമ്മളെ നാട്ടുഭാഷയാണോ എന്ന് അറിയില്ലല്ലോ. പണ്ട് മാറുമറക്കൽ സമരം നടന്നു. സൽവാർ കമ്മീസ് പൊന്തിച്ച് കോഴിക്കൽ കാണിക്കുന്നു. എന്തെന്നാണ് എനിക്ക് മനസ്സിലായിട്ടില്ല കേട്ടോ. സത്യം എനിക്ക് മനസ്സിലായിട്ടില്ല. കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് ആർക്കെങ്കിലും മനസ്സിലായിട്ടെങ്കിൽ ആ കമന്റ് ബോക്സിൽ വന്ന് അർത്ഥം ഇട്ടാൽ ഞങ്ങൾക്ക് എല്ലാവർക്കും അത് മനസ്സിലാവും. അതെ. ഇനി കോഴിക്കൽ കാണിച്ചിട്ട് എന്താ കാര്യം? മറ്റൊന്ന്, ട്രൗസർ ഇടുന്നത് കുഴപ്പമില്ല. ഇനി അതിന്റെ അളവ് ഇനിമേൽ കയറരുത് എന്നൊക്കെയാണ് അതായത് കുറയരുതെന്നായിരിക്കാം. ഈ ഓരോരുത്തരുടെയും വ്യക്തി സ്വാതന്ത്ര്യമാണ് എന്ത് ധരിക്കണം ധരിക്കണ്ട എന്നുള്ളത്. കാണുന്ന എല്ലാത്തിലും നമ്മൾ അശ്ലീലം കാണാൻ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ കാണാൻ പറ്റുള്ളൂ. അങ്ങനെയാണ് ഞാൻ കാണുന്നത്. അപ്പോൾ നമുക്ക് പോയിട്ട് ഇതാണ് എൻ്റെ മര്യാദ അനുസരിച്ചുള്ള വസ്ത്രധാരണം ഇതാണ്, അപ്പം ആ വസ്ത്രധാരണം ആയിരിക്കണം നിങ്ങളുടെ എന്ന് പറയാനായിട്ട് നമുക്ക് അവകാശമില്ല. പിന്നെ പൊതുവായിട്ടൊരു മര്യാദ രീതിയിൽ പൊതുവായിട്ട് നമ്മൾ മാന്യമായൊരു വസ്ത്രം ധരിച്ച് പോകുന്നു എന്നുള്ളത് എല്ലാവർക്കും ഉതകുന്ന ഒരു കാര്യമാണ്. പിന്നെ ഈ പറയുന്ന ആളുകൾ ഇപ്പോഴും എന്താ പറയുക, നമ്മൾ തമ്മിൽ സംസാരിച്ചിരുന്നല്ലോ മാഡം, ഈ പറയുന്ന കർട്ടൻ വലിച്ചു തിരിച്ച് ആണിനെ വേറെ പെണ്ണിനെ വേറെ ഇരുത്തുകയാണ്. ഒരു പരിപാടി വന്നല്ലോ, മുമ്പിൽ മുഴുവൻ പുരുഷന്മാർ, ഒരു കർട്ടൻ കെട്ടിയിട്ട് സ്ത്രീകൾ. കുസാറ്റിലെ പ്രോഗ്രാം. അതെ, സംസാരിച്ചത്. കല്യാണത്തിന് പോവുകയാണെങ്കിൽ പോലും സ്ത്രീകൾക്ക് വേറെ മുറിയാണ് ഭക്ഷണം കഴിക്കാനായിട്ട്. ഇത്രമാത്രം മാറ്റി നിർത്തേണ്ടപ്പെടേണ്ടവരോ, അല്ലെങ്കിൽ ഇവരുടെ അർത്ഥത്തില് സ്ത്രീകളെ കാണുമ്പോൾ ഇവർക്ക് പല കാര്യങ്ങളും നവരസങ്ങളിൽ പല കാര്യം തോന്നുന്നുകൊണ്ടാണല്ലോ സ്ത്രീകളെ ബുർക്കയും അതൊക്കെ ഇടിപ്പിച്ച് നടത്തുന്നത്. അങ്ങനെ ഞാൻ പറഞ്ഞു, എൻ്റെ മാന്യത അതിനെ സമ്മതിക്കുന്നുള്ളൂ. അല്ലെങ്കിൽ ഞാൻ പലപ്പോഴും വിചാരിക്കാണ്ട് മോളെ, ഈ മൂടുപടം പൊക്കി ഭക്ഷണം കഴിക്കുക, ഈ രണ്ട് കുഞ്ഞു കണ്ണുകളുടെ ഇടയിൽ കൂടെ ഈ ചൂടത്ത് ഇത്രയും ഹ്യൂമിഡായിട്ടുള്ളൊരു സ്ഥലത്ത് കറുത്ത വേഷം വിട്ട് നടക്കുക എന്ന് പറയുകയാണെങ്കിൽ ഇതൊന്നും ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ ഇല്ല കേട്ടോ. ഇന്ന് രാവിലെ ഞങ്ങൾ കുറേ സുഹൃത്തുക്കൾ ഒരുമിച്ച് റോട്ടറിയുടെ ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ തന്നെ മിസ്റ്റർ ഗഫൂറിൻ്റെ ഇതിൽപ്പെട്ട ഒരു യുവതി ഉണ്ടായിരുന്നു, സ്ത്രീ ഉണ്ടായിരുന്നു, മകളൊക്കെ ഉണ്ട്. ഷീ വേഴ്സ് നോർമൽ സാരി. അപ്പോൾ പറയാൻ പണ്ട് അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. ഓൾ ഓഫ് എ സഡൻ ഇറ്റ് കെയിം ഇൻ കേരള ഓർ ഇൻ കൊച്ചിൻ. നിർബന്ധിക്കാൻ തുടങ്ങി, ഇടണം എന്നും പറഞ്ഞ്. എനിക്കൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. ആ ഫ്രണ്ട് മരിച്ചു. ഒരു വലിയ ഫാമിലിയിലെ MP ഒക്കെ ആയിരുന്നു ഫാദറിൻ്റെ. പെൺകുട്ടിയായിരുന്നു, സ്ത്രീയായിരുന്നു. അപ്പോൾ ഒരു ദിവസം എന്നോട് പറഞ്ഞു, പത്മജ, എനിക്ക് ഭയങ്കരമായിട്ട് വിഷമം തോന്നുന്നു, വെപ്രാളം തോന്നുന്നു, എന്നെ ആൾക്കാർ അകറ്റി നിർത്തുന്ന പോലെ അവരുടെ കമ്മ്യൂണിറ്റിയിൽ ഞാൻ ഈ ബുർക്ക ഇടാത്തത് കൊണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് ഹസ്ബൻഡ് പറഞ്ഞു, പേര് പറഞ്ഞില്ല, അറിയപ്പെടുന്ന ആൾക്കാരാണ്, അതെ, നിൻ്റെ മുഖം കാണാൻ നല്ല ഭംഗിയുണ്ട്. എനിക്ക് ആ ഭംഗി കണ്ടിട്ടാണ് ഇഷ്ടപ്പെട്ട് ഞാൻ കല്യാണം കഴിച്ചത്. ഭംഗിയില്ലാത്ത പെണ്ണുങ്ങളായിരിക്കും ബുർക്കിടുന്നത്. രണ്ട് കണ്ണുകൾക്ക് എന്തായാലും ഭംഗിയുണ്ടല്ലോ, ആരുടെ കണ്ണാണെങ്കിലും. എൻ്റെ ഭാര്യ സുന്ദരിയാണെന്ന് ആൾക്കാർ കാണുന്നതും അവളുടെ കൈയും പിടിച്ച് നടക്കുന്നതാണ് എനിക്കിഷ്ടം. ഈ കറുത്ത തുണിയൊക്കെ ഇട്ട് വരികയാണെങ്കിൽ എനിക്കൊരു ഭൂതം എൻ്റെ അടുത്ത് കൂടെ നടക്കണ പോലെ തോന്നും. എനിക്ക് പേടിയാവും, ഞാൻ ഞെട്ടിപ്പോയി, ഞാൻ നിന്നിൽ നിന്ന് അകന്നു പോകുന്നു. ആ ലേഡി മരിക്കുന്നത് വരെ ബുർക്കിടാൻ അദ്ദേഹം സമ്മതിച്ചില്ല. MP ആയിരുന്ന ഒരു മാന്യദേഹത്തിൻ്റെ മകനെ കുറിച്ചാണ് ഞാൻ ഈ പറയുന്നത്. അപ്പം എന്താണ് ഈ കാണുന്നത്? എനിക്ക് കൊച്ചു പെൺകുട്ടികളെ വരെ ഇതൊക്കെ ഇടിയിപ്പിക്കുക. ഇദ്ദേഹത്തിനെ പോലെ MESൻ്റെ ഗഫൂറിക്കെ പോലുള്ള ആൾക്കാർ എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയുക. ഇത് ഒരു കാര്യം പറ്റും, ഞാൻ വളരെ റോഡിൽ കൂടെ നടക്കുന്നൊരു വ്യക്തിയാണ്, കൗൺസിലർ എന്ന നിലയിലും. അല്ലെങ്കിൽ എനിക്കിഷ്ടമാണ്. അപ്പോൾ ഗഫൂറിക്ക പറയുന്ന പോലെ നോക്കുകയാണെങ്കിൽ ഗഫൂറിക്കയുടെ മതത്തിൽപ്പെട്ട കുട്ടികളായിരിക്കും നല്ല ടൈറ്റ് ആയിട്ടുള്ള ജീൻസ്, വളരെ ഷോർട്ട് ടോപ്പ്, തലയിൽ കൂടെ ഒരു ഇങ്ങനെ
ഇവരിടുന്ന പോലെ, എന്താ മോളെ അതിനെ പറയുക, ഹിജാബല്ല, മുഖം കാണാം പക്ഷെ അങ്ങനെ ഇട്ടിരിക്കുന്നു. അപ്പൊ അതിന് കുഴപ്പമില്ലേ? ഐ വണ്ടർ, ഓൾവേസ് യൂസ്ഡ് എന്നല്ല, ഇപ്പോഴും ഞാൻ വിചാരിക്കേണ്ട. അപ്പോൾ ഇത് ഇവിടെ ടൈറ്റായിട്ടുള്ള ബട്ടക്സും ഇറുകിയ ഇതും ഈ നേരത്തെ പറഞ്ഞത് അതായിരിക്കും തോന്നുന്നു. ഇറുകിയ മുകൾ ഭാഗമൊക്കെ കാണിച്ച് തലയിലൊരു തുണി ഇട്ടാൽ മാത്രം മതിയോ, മുഖവും കാണാം. ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള വസ്ത്രം ധരിക്കുന്നത് ആരാണെന്ന് അറിയണമെങ്കിൽ നമ്മൾ ഈ എറണാകുളം ജംഗ്ഷനിലേക്ക് ഒന്ന് പോയാൽ മതി, നമുക്ക് കൃത്യമായിട്ട് അറിയാം. നമ്മൾ അതിന് ഒന്നും ആരെയും പറയുന്നില്ല, പക്ഷെ നിർബന്ധിക്കുക അല്ലെങ്കിൽ അതിന്റെ പേരിൽ മറ്റുള്ളവരെ അപമാനിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ് എൻ്റെ ഇപ്പോഴത്തെയും പോളിസി. നമ്മുടെ മനസ്സിലുള്ള അശ്ലീലമാണ് ഒരാളെ കാണുമ്പോൾ പുറത്തു വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഗഫൂറൊക്കെയും അദ്ദേഹത്തിന്റെ സംഘത്തിൽപ്പെട്ടവരും ലോങ് കുർത്തിടാത്ത എന്താ, ആ മറ്റേ അറബ്സ് ഇടുന്ന പോലത്തെ ലോങ് കുർത്ത, അടിവരെ കിടക്കുന്ന പള്ളിയിലച്ചന്മാരിടുന്ന പോലത്തെ റോബ് ഇടാത്ത എന്താ, തലയിൽ ആ ഒരു അറബ്സ് ഇടുവല്ലോ അതുപോലത്തെ ഒരു ഇടുന്നത് അവിടുത്തെ ക്ലൈമറ്റിന്റെയാണ്, മതത്തിന്റെ ഐഡന്റിറ്റി അല്ല ആ ഒരു വസ്ത്രം എന്ന് പറയുന്നത്. മാറ്റിയല്ലോ സൗദിയിൽ ഇപ്പൊ എന്തോ, അവിടെയാണ് ഏറ്റവും സ്ട്രിക്റ്റ് ആയിട്ടുള്ള സ്ഥലം. അവിടെ ഇപ്പൊ ഇഷ്ടമുള്ള ഡ്രസ്സുകൾ ഇടാം. ഇപ്പൊ ഇങ്ങോട്ടേക്ക് വന്നപ്പോ പലരും വിളിച്ചത് എന്താ ഇത് പുതിയത്, എനിക്കിങ്ങനെ ഇടാൻ തോന്നി. മോളും ചോദിച്ചല്ലോ എന്താ വെച്ചത് പുതിയ തരത്തിൽ ഡ്രസ്സ്, എനിക്കിങ്ങനെ ഇടാൻ തോന്നി, അത്ര തന്നെ ഉള്ളൂ. അതിപ്പോൾ ഓരോരുത്തരും നമ്മളെങ്ങനെ ഡ്രസ്സ് ചെയ്യണം എന്ന് പറയുകയാണെങ്കിൽ നമുക്കും ചിലത് അങ്ങോട്ടും പറയേണ്ടി വരും. പുരുഷന്മാർ ഇന്നത ജാതി ഡ്രസ്സുകൾ ഞങ്ങൾക്ക് ഇഷ്ടമല്ല, നിങ്ങൾ ഇങ്ങനെ ഇടൂ, നിങ്ങൾ ഷോർട്ട്സ് ഇട്ടോട് നടക്കുന്നത് ഞങ്ങൾക്ക് ഇഷ്ടമല്ല. ആ പനമ്പള്ളി നോവൽ അങ്ങനെ പറഞ്ഞു നോക്കുമ്പോഴാണ് ഈ പുരുഷന്മാരുടെ കാര്യം പറയുമ്പോൾ ഒന്നുകൂടെ പറഞ്ഞു നോക്കാം. ഈ പുരുഷന്മാർ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ യുവതലമുറ, ഇപ്പോൾ യുവതലമുറ എന്നും പറയാൻ പറ്റില്ല, അതിനപ്പുറവും ജീൻസുകൾ ഇടുന്നത്, ഇവരുടെ അടുത്ത് നമുക്ക് പോയി നിൽക്കാൻ പറ്റില്ല. പകുതി ഭാഗവും പുറത്താണ്. സത്യം, ഈ ഞാൻ സ്ഥിരമായിട്ട് ബസ്സിൽ പോകുന്ന ഒരാളാണ്. അപ്പം പലപ്പോഴും ബസ് കയറുമ്പോഴും ഒക്കെ പല മുതിർന്ന ആളുകളിൽ നിന്ന് കേൾക്കുന്നുണ്ട്. ഈ നമ്മളുടെ കല്യാണത്തിന് പോവുകയാണെങ്കിൽ മുമ്പിൽ നിൽക്കുന്ന ക്യാമറാമാൻ ഈ അണ്ടർവെയറിൻ്റെ അഡ്വർടൈസ്മെൻറ്റ് നിൽക്കണ പോലെ ആണ് നിൽക്കുക കേട്ടോ. പരസ്യങ്ങളൊക്കെ വരാറുണ്ടല്ലോ ഇങ്ങനെ അണ്ടർവെയറിൻ്റെ കാണുമ്പോഴേക്കും സ്ത്രീകൾക്ക് എക്സൈറ്റ്മെൻറ്റ് വരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഞാൻ പലരോടും പറയും, എനിക്ക് ഒരു മുത്തശ്ശിയുടെ പ്രായമല്ലോ, മോനെ നല്ല ഭംഗിയുള്ള ഒരു അണ്ടർവെയർ ഇട്ടിട്ട് വരും. എന്നാൽ ഞങ്ങൾ ഇവർ നമ്മുടെ മുമ്പിൽ കവർ ചെയ്ത് നിൽക്കുകയല്ലേ ചെയ്യുന്നത്. ഈ ജീൻസ് ആണെങ്കിൽ ലോ വേസ്റ്റ് എന്നൊക്കെ പറഞ്ഞിപ്പോൾ മുട്ടിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതൊക്കെ ഇട്ടുകൊണ്ട് നടക്കുന്ന ഒരു കുഴപ്പമില്ല. കയ്യിലിങ്ങനെ മോളിപ്പോൾ നേരത്തെ പോലെ തൂക്കി പിടിക്കുമ്പോൾ, ഈ ബസ്സിൽ തൂങ്ങി പിടിക്കുമ്പോൾ അടിവരെ കാണിക്കുന്നുണ്ട്. അത് ദാറ്റ്സ് ദ വേ ഓഫ് ഷോയിങ് ഓഫ് വാട്ട് എവർ ഇറ്റ് ഈസ്. അതോ ഈ കമ്പനിക്കാർക്ക് ഇവർക്ക് പൈസ കൊടുക്കുന്നുണ്ടോ പരസ്യത്തിന്, ഫ്രീ പരസ്യത്തിന് അറിയില്ല. ഐ ഹാഡ് ടു ടെൽ എ ക്യാമറാമാൻ പ്ലീസ് വെയർ എ ഡീസൻറ്റ് അണ്ടർക്ലോത്ത് ബിക്കോസ് വി ആർ സീയിങ് ദാറ്റ് ഓൾ ദ ടൈം. കല്യാണത്തിന് പോകണമെങ്കിൽ പ്രത്യേകിച്ചും കേട്ടോ, അവരെല്ലാം വലിയ ഹെപ്പായിട്ടുള്ള പയ്യന്മാരാണ് ഇപ്പോഴത്തെ ക്യാമറാമാൻമാർ. അവരെല്ലാം ലോ വേസ്റ്റ് ജീൻസാണ് ഇടുന്നത്. അപ്പോൾ ഒരു നേരത്തെ മോള് പറഞ്ഞതുപോലെ സഭ്യതയുടെ അതിർവരമ്പുകൾ നമ്മൾ ലംഘിക്കാതിരിക്കാൻ ശ്രമിക്കുക. അണ്ടർ ഗാർമെൻറ്റ്സ് എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ഉള്ളിലിടുന്ന വസ്ത്രങ്ങൾ ഉള്ളിൽ തന്നെ കിടക്കുക, അത് പുറത്തേക്ക് ഇടണ്ട. ഇപ്പോൾ ഓഫ് ഷോൾഡർ ഡ്രസ്സ് എന്ന് പറഞ്ഞിട്ട് ബ്രൈഡ് സ്ട്രാപ്പ് മാത്രം ഇങ്ങനെ കാണിച്ച്, പിന്നെ പണ്ട് നമ്മളുടെ ഉണ്ണിയാർച്ചൊക്കെ കെട്ടിരുന്ന പോലത്തെ ഡ്രസ്സുകളൊക്കെ ഇങ്ങനെ ഇട്ട് നടക്കുന്നത്. ഒരു ദിവസം നമ്മൾ സബ്ജക്റ്റിൽ നിന്നും വ്യതിചലിക്കുമെന്നറിയില്ല, പനമ്പള്ളി നഗറിലാണ് ഈ എല്ലാ മോഡൽസും അരങ്ങേറുന്നത്. കുറച്ച് പയ്യന്മാർ അവിടെ ഐസ്ക്രീമും കഴിച്ചങ്ങനെ ഇരിപ്പൊന്നും അതിൻ്റെ മുകളിൽ കൂടെ. പുറകിൽ സ്ലിറ്റുള്ളൊരു സ്കേർട്ട്, പിന്നെ ഈ ഉണ്ണിയാർച്ചയുടെ ഡ്രസ്സ് ഇവിടം വരെ ഉണ്ണിയാർച്ച ഡ്രസ്സ്, അത് കഴിഞ്ഞ് പൊക്കിളിന് താഴെ ഈ സ്ലിറ്റൊക്കെ ഇട്ട് കുറേ പെൺപിള്ളേർ ഇങ്ങനെ തലമുടിയൊക്കെ സ്ട്രേറ്റ് ചെയ്ത് ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ ഈ പയ്യന്മാർ അവിടെ ഇരിപ്പുണ്ട്. ഞാൻ പാസ് ചെയ്യുമ്പോൾ അവർ പറയാം, നമ്മളെന്തെങ്കിലും പറഞ്ഞാൽ ഇവർക്ക് പ്രശ്നം. അപ്പോൾ വഷളന്മാർ കമൻ്റ് അടിക്കണ കേൾക്കുന്നില്ലേ, നമ്മളെ കാണിക്കാനും നമ്മൾക്കൊരു ആകർഷണം തോന്നാനും വേണ്ടിയില്ല ഇങ്ങനെ നടക്കുന്നത്. നമ്മളൊന്നും മിണ്ടിയില്ലെങ്കിലോ നമ്മൾ ഷണ്ടന്മാരുമായി. മിണ്ടിയാൽ വഷളന്മാരും, മിണ്ടിയില്ലെങ്കിൽ ഷണ്ടന്മാരും. കാരണം ഇത്രയും വികാരോദ്ദീപകമായ ഡ്രസ്സുകൾ ഇട്ടിട്ടും ഇവന്മാരൊന്നും മിണ്ടാണ്ടിരിക്കുന്ന പയ്യന്മാർ ഒന്നിനും കൊള്ളൂലെന്ന് എൻ്റെ ചെവിയാൽ ഞാൻ കേട്ടതാ. ആ ആൺകുട്ടികളുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ, മിണ്ടാനും വയ്യ മിണ്ടാണ്ടിരിക്കാനും വയ്യ. അപ്പോൾ ഒരു കുട്ടി പറയുമായിരുന്നു, ഈ പെൺകുട്ടികൾക്കൊന്നും വീട്ടിൽ അമ്മമാരില്ലേന്ന്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് 2-3 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ അവിടെ തന്നെ സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോൾ എൻ്റെ പ്രായത്തിലുള്ള
മേ ബി 2-3 വയസ്സ് ഇളയതായിരിക്കും. ഒരു കുട്ടി ഭയങ്കര ടൈറ്റ് ഫിറ്റിംഗ് ആയിട്ടുള്ള ഒരു ബനിയനും മിനി സ്കേർട്ട് പോലെ, അത് മുട്ടിന് മുകളിൽ കിടക്കുന്ന ടൈറ്റ് ആയിട്ട് ഇങ്ങനെ എയറോസ്റ്റസ്മാരുടെ പഴയ ഡ്രസ്സ് ഇങ്ങനെ നടക്കാൻ പറ്റില്ല, കാല് നടത്താൻ പറ്റില്ല, അത്രയും ടൈറ്റ് ആയിട്ടുള്ള ഇതൊക്കെ ഇട്ട് ഇറങ്ങി വന്നു. ഞാൻ ചോദിച്ചു എന്ത് വേഷം ഇത്, മകളെ കല്യാണം കഴിഞ്ഞ് മുത്തശ്ശിയാവാറായല്ലോ, എന്ത് വേഷം? ഓ പത്മജ, മകൾ ഇതിനെക്കാട്ടിലും ടൈറ്റായിട്ട്. ഞാൻ അവളുടെ ചേച്ചിയാണെന്നെങ്കിൽ ആൾക്കാർ പറയണ്ടേ, അമ്മയാണെന്ന് പോട്ടെ, ചേച്ചിയാണെന്നെങ്കിലും പറ്റും. അവളിരുന്ന് ഡ്രസ്സ് കണ്ടപ്പോൾ പത്മജ എന്ത് പറയുന്നു? അപ്പോൾ കുട്ടികളും അമ്മമാരും തമ്മിലൊരു കോമ്പറ്റീഷനും ഉണ്ട്. അതുണ്ട്. പലർക്കും അമ്മയാണ് എന്തെങ്കിലും തോന്നണ്ടേന്ന് വിചാരിച്ചിട്ടാണ് ഈ ഡ്രസ്സ് ഇടുന്നത്. പെൺകുട്ടികളാണെങ്കിൽ പറയുന്നു ഞങ്ങൾ അമ്മയെക്കാട്ടിലും കുഞ്ഞായിട്ട് ഡ്രസ്സ് ഉണ്ട്, എന്നാലേ മകളാണെന്ന് തോന്നുള്ളൂ. അമ്മ ഇങ്ങനെ ടൈറ്റാകുമ്പോൾ മകള് മറ്റേ ഉണ്ണിയാഴ്ച ഡ്രസ്സായി, കൊച്ചാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. അമ്മ മുട്ടൻ്റെ ഇറക്കത്തിലായപ്പോൾ മകളെ മിനി സ്കേർട്ടായി, പുറകിലൊരു സ്ലിറ്റും കൂടെ കൊടുത്തു. ആരെ കുറ്റം പറയാൻ? അവർക്ക് ഇഷ്ടപോലെ അവർ ജീവിക്കട്ടെ. ഞാൻ പറഞ്ഞ ആൺകുട്ടികളുടെ കാര്യം പറഞ്ഞ പോലെ ഇങ്ങനെ പണ്ടൊരു കുരങ്ങിനിരിക്കൂലേ, ഇങ്ങനെ മിണ്ടിയാൽ കുഴപ്പം, കേട്ടാൽ കുഴപ്പം, കണ്ടാൽ കുഴപ്പം. ആ ആൺകുട്ടികൾ, പാവം ആൺകുട്ടികൾ ആ അവസ്ഥയിലാണ് ഇന്നത്തെ സമൂഹം എന്ന് പറയാം. ഈ മിസ്റ്റർ ഗഫൂറിൻ്റെ കാര്യത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ ഇതൊരു ടു മച്ച് എന്നേ പറയാൻ പറ്റുള്ളൂ. അദ്ദേഹത്തിൻ്റെ ഈ പ്രസ്താവന സ്ത്രീ വർഗത്തോടുകൂടി നമ്മളോടുള്ള ഒരു അവഹേളനമായിട്ടോ അല്ലെങ്കിൽ നമ്മളെ ഒരു രണ്ടാം തരം സിറ്റിസൺ ആയിട്ട് കാണുന്നത് പോലെയോ ഒക്കെ തോന്നാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു കാര്യം പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞു മലക്കച്ച മാറുമറക്കൽ സമരം. ഈ മാറെന്ന് പറയുന്ന ഇതിൽ നിന്ന് വരുന്ന അമൃതാണ് കുട്ടികളുടെ ആദ്യത്തെ ഭക്ഷണം അല്ലേ? ആ ഡോക്ടേഴ്സ് ഇപ്പോൾ കുട്ടി പുറത്ത് വന്നാൽ വിതിൻ സെക്കൻഡ്സ് ഫീഡ് ചെയ്യും ഇല്ലേ? അപ്പോൾ ആ ഒരു അർത്ഥത്തിൽ പോലും കാണാണ്ട് അതിനെ ഒരു വൈകാരികപരമായി സമീപിക്കുന്നത് കൊണ്ടല്ലേ ഇത്രയും പ്രായമായ മനുഷ്യൻ്റെ വായിൽ നിന്നും ഇങ്ങനെയുള്ളൊരു സംസാരം വരുന്നത് അല്ലേ? ഞാൻ ചിലപ്പോൾ ആലോചിക്കാറുണ്ട്, എന്തിനാണ് അവർ വല്ലാത്തൊരു ഇമ്പോർട്ടൻസ് ഇതിലേക്ക് കൊടുക്കുന്നത്? ഇത് ദൈവം തന്നിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് നാച്ചുറൽ, പണ്ട് ഈ ഫാരക്സോ അതൊന്നും ഇല്ലല്ലോ, ആ സമയത്ത് കുഞ്ഞുങ്ങളുടെ ജീവൻ നിലനിർത്തുവാൻ വേണ്ടി ദൈവം തന്നിരിക്കുന്ന ഒരു വരദാനമാണ്. 3-4 വയസ്സ് വരെയൊക്കെ മുലയൂട്ടിയിട്ടുള്ള അമ്മമാരെയും മുല കുടിച്ചിട്ടുള്ള കുട്ടികളെയും എനിക്കറിയാം കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഇതിനെക്കുറിച്ച് ഇത്രയും അസഭ്യമായ ഒരു പൊതുവേദിയിൽ സംസാരിക്കണമെങ്കിൽ ഒരു പ്രത്യേക കഴിവ് തന്നെ വേണം. സർ ഗഫൂർ സാർ, ഇനിയെങ്കിലും സാർ ഒന്ന് ആലോചിച്ച് സംസാരിക്കൂ. ഞങ്ങളെയും അഭിമാനത്തോടു കൂടി കുഞ്ഞുങ്ങളെ പ്രസവിച്ച് മുലയൂട്ടി വളർത്തി അവരെ ഈ ലോകത്തിലേക്ക് നൽകുന്ന അമ്മമാരെ കുറച്ച് ആദരിക്കാൻ പഠിക്കൂ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.